കൊല്ലം കൊട്ടാരക്കരയിൽ ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചു കയറി 3 പേർ മരിച്ചു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ബൈക്കിൽ ഇടിച്ച ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഹെവി ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവറാണ് ലോറി ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്കിൽ രാവിലെ 7 മണിക്കായിരുന്നു അപകടം. വിദ്യാർത്ഥികളടക്കം 8ലധികം പേർ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. മണ്ണുമായി അമിത വേഗതയിൽ വന്ന ലോറിയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ചു കയറിയത്. 3 പേരെ മരിച്ച നിലയിലാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കൊടുവട്ടൂർ സ്വദേശിയായ ഹരിലാൽ, ഓയൂർ കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിബ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശി അജയ്കുമാർ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇറക്കവും വളവും കൂടി വരുന്ന ഭാഗത്തായാണ് അപകടമുണ്ടായത്. അളവിൽ കൂടുതൽ മണ്ണുകയറ്റിയ ലോറി അമിത വേഗതയിൽ എത്തിയതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. നല്ല സ്പീഡിന് വന്നതായിരുന്നു. ഇവിടെ വന്ന് ആ പിള്ളേരുടെ ഏതോട്ട് അങ്ങ് ഇടിച്ച് വീഴുമായിരുന്നു. അവിടെ നിന്ന് കണ്ടായിരുന്നു ഒരു ബുള്ളറ്റും കൂടെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇന്ന് 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ അവരെയും കൂടെ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ ഞാനും ആ പിള്ളേരും കൂടെ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വന്ന് ആ ടിപ്പർ വന്നങ്ങ് ഇടിച്ച് ആ മണ്ണെല്ലാം കൂടെ അവരുടെ ദേഹത്തായിപ്പോയി. ടിപ്പർ ലോറിയുടെ ഡ്രൈവർ നിസാമിന് വാഹനം ഓടിക്കാനുള്ള ഹെവി ലൈസൻസ് ഇല്ലെന്നും ടിപ്പറിന്റെ GPS കട്ട് ചെയ്ത നിലയിലായിരുന്നുവെന്നും കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് RTO ദിലു പറഞ്ഞു. അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറിക്ക് 17 വർഷത്തെ പഴക്കമുണ്ട്. മുൻപും പലതവണ നിയമലംഘനങ്ങൾക്ക് ഈ വാഹനം പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം മന്ത്രിസഭ കൂടി തീരുമാനിക്കുമെന്ന് PC വിശ്വനാഥ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മീഡിയ 1 കൊല്ലം. ടിപ്പർ ലോറികളുടെ സമയക്രമം